ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മസാലയൊക്കെ ചേർത്ത് നല്ലൊരു തക്കാളി റൈസാണ്. അപ്പോൾ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് തന്നെ. ഒരു ചൂടായ കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂവും പട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഗ്രീൻ പീസും കറിവേപ്പിലയും ഈ തക്കാളി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഏകദേശം വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച ഏത് റൈസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊന്നി റൈസാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഈ റൈസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു മുട്ട വറുത്തതും ചെറിയൊരു അച്ചാറും വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി റൈസാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.